ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ സർഫേസിലുള്ള ഫോഴ്സസും പിന്നെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ലിക്വിഡ് ബോഡി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാട്ടർ ആണെങ്കിൽ ആ വാട്ടർ ബോഡിയിൽ അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു സർഫേസ്, അത് വെർട്ടിക്കൽ സർഫേസ് ആവാം, ഇൻക്ലൈൻഡ് ആവാം, ഏത് ഷേപ്പും ആവാം. ചിലപ്പോൾ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതാണ് നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചത്. റെക്റ്റാങ്കിൾ, അതുപോലെ തന്നെ ട്രയാങ്കിൾ, ഏത് രൂപത്തിലാവാം, സർക്കിളാവാം. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള ഒരു പ്ലെയിൻ സർഫേസ്, പ്ലെയിൻ ആയിട്ടുള്ളൊരു സർഫേസാണ്. അപ്പോൾ അതിലുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊരു സർഫേസിനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സെൻറ്റർ ഓഫ് പ്രഷർ വരുന്നത്. ആ സെൻറ്റർ ഓഫ് പ്രഷറിലേക്ക് വാട്ടറിൻ്റെ സർഫേസിൽ നിന്ന്, ഫ്ലൂയിഡ് സർഫേസിൽ നിന്നുള്ള ഡെപ്താണ് സെൻറ്റർ ഓഫ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങോട്ടുള്ള ഡെപ്ത്ത് H* എന്നുള്ള ഈ കാണുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. H* = Ig/AH bar + H bar. H bar എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സർഫേസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷേ H* എന്നത് സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H*. Ig എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് Ig എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് സർഫേസിൻ്റെ ടോട്ടൽ ഏരിയ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ കേസിലും ട്രയാങ്കിളിൻ്റെ കേസിലും എല്ലാത്തിൻ്റെയും കേസിലുള്ള പിന്നെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ബേസ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാം D/2, റെക്റ്റാങ്കിൾ കേസിൽ H/3 ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഏരിയ അറിയാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Ig നമുക്ക് കണ്ടുപിടിക്കണം. BdQ/12 എന്നുള്ള ഇക്വേഷൻ റെക്റ്റാങ്കിൾ. ട്രയാങ്കിൾ BHQ/36. അതുപോലെ തന്നെ സർക്കിള് πd⁴/64. പിന്നെ ട്രപ്പീസിയം വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ സാധ്യത കുറവാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ്, കുറച്ച് വലിയൊരു പ്രോബ്ലം ആയതുകൊണ്ട്. പക്ഷേ സർക്കിളിൻ്റെ വരെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3.1 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അതിനകത്ത് റെക്റ്റാങ്കുലർ പ്ലേറ്റ്, സർഫേസ് 2 മീറ്റർ വൈഡും 3 മീറ്റർ ഡീപ്പുമാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഇറ്റ് ലൈസ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻ വാട്ടർ. വെർട്ടിക്കൽ പ്ലെയിനായിട്ട് വെള്ളത്തിലാണ് കിടക്കുന്നത്. ടോട്ടൽ പ്രഷറും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ പൊസിഷനും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് H* കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സാണ്, ക്യാപിറ്റൽ F കണ്ടുപിടിക്കണം. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സർഫേസിലുള്ളത്. അതിൻ്റെ രണ്ട് കേസ് പറയുന്നുണ്ട്. ഒന്ന്, അപ്പർ എഡ്ജ് സർഫേസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു, വാട്ടർ സർഫേസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുവാണ്. ഇവിടെ കണ്ടില്ലേ, ഈ പ്ലെയിൻ സർഫേസിൻ്റെ അപ്പർ എഡ്ജ് വാട്ടർ സർഫേസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ സർഫേസ് വാട്ടറിൻ്റെ ഈ ഫ്രീ സർഫേസിൽ നിന്ന് ഒരു 2.5 മീറ്റർ താഴെ കിടക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എ പാർട്ട് ചെയ്യണം. അതിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, വിഡ്ത്തും തന്നിട്ടുണ്ട്, ഡെപ്തും തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് വാല്യൂസും. ഫോഴ്സിന് F = ρg, ക്യാപിറ്റൽ A H bar എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സിൻ്റെ വാല്യൂ ആണ് സർഫേസിൽ വാട്ടർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, കാരണം ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ സർഫേസ്. ഓക്കെ, ρg AH bar എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അതിനകത്ത് റോ നമുക്കറിയാം, വാട്ടറിൻ്റെ ഡെൻസിറ്റി അറിയാം. അതുപോലെ G 9.81 ആണെന്നറിയാം. അതുപോലെ ക്യാപിറ്റൽ A ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. H bar എന്ന് പറയുന്നത് സെൻട്രോയിഡിലേക്കുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതെത്ര വരും? റെക്റ്റാങ്കിളിൻ്റെ കേസിൽ H/2 എന്ന് വരും. ഇപ്പോൾ ഇവിടെ 3 ആണ്. 3/2 1.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് H bar എന്ന് പറഞ്ഞാൽ ജിയിലേക്ക് 3/2 ആണ്, H/2 ആണ് വരിക. അപ്പോൾ ആ വാല്യൂ എന്ത് കിട്ടി? 1.5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്?
ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷറാണ്. സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി IG എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ കേസിൽ BD³/12 ആണ്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വാല്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് 2 × 3³/12 വെച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. m/4 അതിലാണ് ആൻസർ കിട്ടുക ആസ് ഓൾവേസ് അല്ലേ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അങ്ങനെയാണ് യൂണിറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ H*2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫിഗറിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. H* എന്ന് പറയുന്നത് സർഫേസിൽ നിന്നും സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H*. അതാണ് കണ്ടുപിടിച്ചത്. ആ ഇക്വേഷനിൽ വരുന്ന ഒരു ടേമാണ് H ബാർ. അപ്പോൾ ഇതിൻ്റെ ബി പാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മുടെ ഈ വെർട്ടിക്കൽ റെക്റ്റാങ്കുലർ സർഫേസ് പ്ലെയിൻ സർഫേസ്, ഈ സർഫേസ് വാട്ടർ സർഫേസിന് 2.5 മീറ്റർ താഴെയാണ് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. 2.5 മീറ്റർ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് മാറും. കാരണം ഈ 2.5 പ്ലസ് ഈ H/2 3/2 എന്ന് വരും. കാരണം ഇത്രയും 2.5 പ്ലസ് ഇവിടുന്ന് ജിയിലേക്കുള്ള നോർമൽ ആ ഒരു ഡെപ്ത് കൂടി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ 2.5 പ്ലസ് 3/2 അത്രയും വരും H ബാർ എന്ന്. കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് വാട്ടറിൻ്റെ സർഫേസിൽ നിന്നുള്ള ഡെപ്താണ് H ബാർ. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഫോഴ്സ്, അതുപോലെ തന്നെ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഇതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് എന്താണ് വന്നത്? നേരത്തെ ചെയ്തതിനകത്ത് നമുക്ക് H ബാർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.5 ആയിരുന്നു വന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് H ബാറിൻ്റെ വാല്യൂ മാറി. H ബാർ എന്തായി? 4 ആയി മാറി. നമ്മളിവിടെ 2.5 ഇത്രയും 2.5 പ്ലസ് 3/2 കൂടെ ചെയ്തപ്പോൾ 4 ആയി മാറി. അപ്പം ഫോഴ്സിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. നെക്സ്റ്റ് സെൻറ്റർ ഓഫ് പ്രഷർ എങ്ങനെയാണ്? ഇക്വേഷൻ H* = IG ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ. നമുക്കറിയാം ആ ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു വ്യത്യാസം ഫോഴ്സ് കണ്ടുപിടിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ ഇതിനകത്തും H ബാർ തന്നെയാണ് വ്യത്യാസം. H ബാറിൻ്റെ വാല്യൂ ഇവിടെ 4 മീറ്ററാണ് വരുന്നത്. അപ്പോൾ H ബാർ കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് 4.1875 എന്ന ഒരു ഡെപ്തിലാണ് സെൻറ്റർ ഓഫ് പ്രഷർ ഉള്ളത്. സെൻറ്റർ ഓഫ് പ്രഷറിനെ P എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ H* കണ്ടുപിടിക്കാൻ പറഞ്ഞു, അതും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് പറയുന്നത് ഇവിടെ ഒരു സർക്കിളാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ 3 മീറ്റർ താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ 3 മീറ്റർ താഴെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്രയാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ H ബാർ 3 മീറ്റർ. H ബാർ കാരണം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ എന്താണ്? 3 മീറ്ററാണ് H ബാർ വരുന്നത്. ഫോഴ്സ് കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. സർക്കിളിൻ്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഇക്വേഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ സർക്കിളിൻ്റെ കേസിൽ IG എന്ന് പറയുന്നത് πd⁴/64 ആണ് സർക്കിളിൻ്റെ കേസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റെക്റ്റാങ്കിളിൻ്റെത് പഠിച്ചു വെക്കണം, അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെത് പഠിച്ചു വെക്കണം, സർക്കിളിൻ്റെ പഠിച്ചു വെക്കണം. ഈ മൂന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പിന്നെ ഉള്ള പ്രോബ്ലംസിൽ ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസിലുള്ള എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ BH³/36 ആണ്. അത് ഓർത്ത് വെക്കണം. ട്രയാങ്കിളിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് സർക്കിളിൻ്റെ കേസിൽ H/3 ആണ്. അപ്പോൾ H ബാർ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ കേസിൽ ഇങ്ങനൊരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഇത്ര ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറില്ല നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു ട്രപ്പിസോയിഡൽ ചാനലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് കൂടെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും.
അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് പിന്നെ എന്തായാലും ഉണ്ടാവും. അപ്പം കറൻ്റ്ലി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു സെക്ഷൻ കൂടെ ഇന്ന് തന്നെ നോക്കാം. ബാക്കി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ലേറ്റർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫേസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നൊരു കേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് വെർട്ടിക്കൽ പ്ലെയിൻ സർഫേസ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫേസ് ആകുമ്പോഴെന്ന് പറയുന്നത് ആ കേസിനകത്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. അവിടെ ഫോഴ്സ് ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കൺസിഡർ പ്ലെയിൻ ഹൊറിസോണ്ടൽ സർഫേസ് ഇമേഴ്സ്ഡ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആസ് എവറി പോയിന്റ് ഓഫ് ദ സർഫേസ് ഈസ് അറ്റ് ദ സെയിം ഡെപ്ത് ഫ്രം ദ ഫ്രീ സർഫേസ് ഓഫ് ലിക്വിഡ്. The pressure intensity will be equal on the entire surface and equal to P is equal to rho GH, where H is the depth. അവിടെ അങ്ങനെ ഒരു കേസാണ്, പ്രഷർ ഈക്വൽ ആണ്. അതുകൊണ്ട് ആ ഒരു കേസ് ഓഫ് പ്രോബ്ലംസ് ഒന്നും നമുക്ക് നോർമലി ചോദിക്കാറില്ല. പക്ഷെ ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ റോ ജി എച്ച് എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നോർമലി ചോദിക്കുക വെർട്ടിക്കൽ പ്ലെയിൻ സർഫേസും പിന്നെ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫേസ് ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫേസ് സബ്മേർജ്ഡ് ഇൻ ലിക്വിഡ് ആണ്. സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഇമ്മേഴ്സ്ഡ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇമ്മേഴ്സ്ഡ് എങ്ങനെയാണ്, ഇമ്മേഴ്സ്ഡിൽ വെർട്ടിക്കൽ അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ബുക്കെല്ലാം വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫിഗറിനകത്തും കാണിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൈൻഡ് സർഫേസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഫിഗർ, ഈ താഴെ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ പോലെ ഇവിടെ കാണുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഒരു ലൈൻ പോലെയാണ് കാണുക. പക്ഷേ ഇതിൻ്റെ സർഫേസിൻ്റെ മുകൾ വശത്ത് നോക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഷേപ്പ് ഇങ്ങനെ കാണും. അതാണ് ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചത്. നിങ്ങൾ ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വ്യൂ ആണ്. ഓക്കെ, സൈഡ് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ ആയിട്ട് തന്നിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ വരുന്നുണ്ട്. കാരണം ഇത് ഇൻക്ലൈൻ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയാണ് എച്ച് ബാറും എച്ച് സ്റ്റാറും ഒക്കെ എടുക്കുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് ആ സർഫേസ് മൊത്തത്തിൽ കാണാൻ പറ്റില്ല ഇങ്ങനെ ആകുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യൂ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ മറ്റേ വെർട്ടിക്കൽ സർഫേസ് ചെയ്തതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ ഡെറിവേഷനുണ്ട്. പക്ഷേ ആ ഡെറിവേഷൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. പക്ഷേ തൽക്കാലം ആ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിനകത്ത് ഫൈനൽ ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ ചേഞ്ച്. അതായത് നമ്മുടെ സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് IG സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ AH ബാർ പ്ലസ് H ബാർ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. നേരത്തെ കേസിൽ ഈ സൈൻ സ്ക്വയർ തീറ്റ ഇവിടെ ഉണ്ടായിരുന്നില്ല. വെർട്ടിക്കൽ സർഫേസിൻ്റെ കേസിൽ സൈൻ സ്ക്വയർ തീറ്റ ഇല്ല. ഇതൊരു ഇൻക്ലൈൻഡ് സർഫേസ് ആകുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ ഒരു സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള ടേം കൂടെ H സ്റ്റാറിൻ്റെ ഇക്വേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെയുള്ള ഒരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഫിൻ്റെ ഇക്വേഷനിൽ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ഡെറിവേഷൻ്റെ ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് സെപ്പറേറ്റ് പിന്നെ തരാം. തൽക്കാലം നമുക്ക് ഈ ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക നിങ്ങൾ. H സ്റ്റാർ ഈസ് ഈക്വൽ ടു IG സൈൻ സ്ക്വയർ തീറ്റ ബൈ H ബാർ പ്ലസ് H ബാർ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3.14a എന്ന് പറയുന്ന പ്രോബ്ലമാണ് നമ്മൾ ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. എ റെക്റ്റാങ്കുലർ പ്ലെയിൻ സർഫേസ് 2 meter wide and 3 meter deep lies in water in such a way that its plane makes an angle 30 degree. ആംഗിൾ തന്നിട്ടുണ്ട് 30 degree with the free surface side 30 degree. Determine the total pressure and position of center of pressure when the upper edge is 1.5 meter below the free water surface. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് 30 degree ആംഗിളാണ് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 30 degree ആംഗിളിൽ
ഇൻക്ലൈൻ ചെയ്ത് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു 30 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ഒരു ലൈനിലാണ് നമ്മുടെ സർഫേസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അപ്പർ എഡ്ജ് വാട്ടർ സർഫേസിൽ നിന്ന് 1.5 മീറ്റർ താഴെയാണ്. അപ്പർ എഡ്ജ് ഓഫ് ദ പ്ലെയിൻ സർഫേസ് ഇതാണ് അപ്പർ എഡ്ജ്, ഇത് ലോവർ എഡ്ജ്. ലോവർ എഡ്ജ് ഇവിടെ വരും, അപ്പർ എഡ്ജ് ഇവിടെ വരും. അത് 1.5 മീറ്റർ താഴെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1.5 മീറ്റർ താഴെയാണ് കിടക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്ന കാര്യമാണത്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കണം. എഫിൻ്റെ ഇക്വേഷൻ അറിയാം, റോ ജി എ എച്ച് ബാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ. അതിനകത്ത് ഏരിയ ക്യാപിറ്റൽ എ നമുക്ക് കണ്ടുപിടിക്കാൻ ബിയും ഡിയും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. 2 മീറ്റർ വൈഡും 3 മീറ്റർ ഡീപ്പുമാണ്. അപ്പോൾ 6 മീറ്റർ സ്ക്വയർ വരും. ഇനി നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്. ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, വാട്ടർ സർഫേസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഒബ്ജക്റ്റ് പോലെ വരച്ചു. അതിന് നമ്മൾ ഈ 1.5 ഡെപ്തിലാണ് അപ്പർ എഡ്ജ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ നമ്മളൊരു ടോപ്പ് വ്യൂ ഇങ്ങോട്ടേക്ക് വരക്കുകയാണ്. ആ ഒരു വ്യൂവിനകത്ത് നമുക്ക് അറിയാം എന്താണ് വിഡ്ത്ത് 2ഉം അതുപോലെ തന്നെ ഡെപ്ത്ത് 3ഉം. ഇവിടെ കാണാൻ ഇങ്ങനെയാണ് സർഫേസ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് വരുന്നത്. ആ സൈഡ് 3 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 മീറ്ററും തന്നിട്ടുണ്ട്. ഇതിലേതാണ് 3 ഏതാണ് 2 എന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു താഴോട്ടുള്ള ഡയറക്ഷനിലുള്ള ഈ ഡയമെൻഷനാണ് ഡെപ്ത്ത്. ഓക്കെ, ഡെപ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലുള്ളത് തന്നെയാണ് എപ്പോഴും ഡെപ്ത്തായിട്ട് വരിക. 3 മീറ്റർ ഇത്, അതുപോലെ തന്നെ 2 മീറ്റർ ഈ ഒരു സൈഡ്. അപ്പോൾ 3 മീറ്ററിൻ്റെ പകുതി 1.5 ഫ്രം ദ ടോപ്പാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ജി ഇവിടെ മാർക്ക് ചെയ്തു, 1.5 ഇത്രയും വരും. അപ്പോൾ ഈ ഒരു ലൈൻ ഒബ്ജക്റ്റായിട്ട് കാണിച്ച ഇവിടെ ഈ പോയിൻ്റ് 1.5 ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടർ സർഫേസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. വാട്ടർ സർഫേസിന് എച്ച് ബാർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ആംഗിൾ അറിയാം, അതുപോലെ 1.5 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഇത്ര വരെയുള്ള ഡിസ്റ്റൻസ് 1.5 ആണ് നമുക്കറിയാം. സർഫേസിന് ഈ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്ത പോയിൻ്റ്, അവിടെ നിന്ന് താഴോട്ട് ബി എന്ന് പറയുന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല. അതും കൂടെ ചേരുന്നതാണ് എച്ച് ബാർ എന്ന് പറയുന്ന നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബി ഇ നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണാം. ബി എന്ന് പറയുന്ന പിന്നെ ഒരു ലെങ്ത്ത്, ആ ലെങ്ത്ത് കാണാൻ നിങ്ങൾക്ക് തീറ്റ, ഇവിടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇ സി ബി ഫിഗർ നോക്കിയാൽ ഇ സി ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി സി ഇ എന്ന് പറയുന്ന ആംഗിളും തീറ്റ 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഇ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ്, ഇതൊരു ട്രയാങ്കിളാണ്, അതുപോലെ തന്നെ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ. ഹൈപ്പോട്ടിന്യൂസ് 1.5 ആണെങ്കിൽ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ 30 വെച്ചിട്ട് നമുക്ക് ഈ ബി എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് 1.5 സൈൻ 30 വരും. നിങ്ങൾക്കറിയാം, ട്രിഗ്നോമെട്രി വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എച്ച് ബാറിൻ്റെ ഡിസ്റ്റൻസ് ഈ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് പ്ലസ് മുകളിലോട്ടുള്ള 1.5. അപ്പോൾ എച്ച് ബാർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ഒന്നുകൂടെ അത് ഡിസ്കസ് ചെയ്യാം ലേറ്റർ. അപ്പോൾ നമുക്ക് എന്താ എച്ച് ബാർ എന്ന് പറയുന്നൊരു ഡിസ്റ്റൻസ് ഇവിടെ കിട്ടി, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എഫ് കണ്ടുപിടിക്കാം. എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, റോ ജി എ എച്ച് ബാർ ആണ്. അതിനകത്ത് കൊടുത്താൽ എഫ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഐ ജിയുടെ വാല്യൂ BD³/12, ഇത് റെക്റ്റാങ്കിൾ ആണ്. പക്ഷേ ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എച്ച് ബാർ കണ്ടുപിടിച്ചു, അതുകൊണ്ട് എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡെപ്ത്ത് കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെർട്ടിക്കൽ പ്ലെയിൻ സർഫേസ് ആണോ അതോ ഇൻക്ലൈൻഡ് ആണോ എന്ന് മനസ്സിലാക്കണം. ഇൻക്ലൈൻഡ് ആണ് എന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവണം എന്നില്ല, ഇൻക്ലൈൻഡ് ആവണം തന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ ആംഗിൾ തരാം,
ഇനി ആംഗിൾ തന്നിട്ടില്ലെങ്കിലും ചിലപ്പോൾ പറയുന്നുണ്ടാവാം ഇതിൻ്റെ സർഫേസിൻ്റെ അപ്പർ എഡ്ജ് ഇത്ര ഡെപ്തിലാണ്, ലോവർ എഡ്ജ് ഇത്ര ഡെപ്തിലാണ്. അപ്പർ എഡ്ജും ലോവർ എഡ്ജും വേറെ വേറെ ഡെപ്തിലാണ് കിടക്കുന്നതെങ്കിൽ അത് ഇൻക്ലൈൻ ചെയ്തിട്ടാണെന്ന് ഊഹിക്കാം. കാരണം ഈ ഒരു ഫിഗർ നോക്കിയാൽ അപ്പർ എഡ്ജ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1.5 താഴെയും ലോവർ എഡ്ജ് വേറൊരു ഡിസ്റ്റൻസ് താഴെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഡിസ്റ്റൻസ് ഡെപ്ത് വ്യത്യാസം വരുമ്പോൾ ഇതൊരു ഇൻക്ലൈൻ സർഫേസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ഇക്വേഷൻ എച്ച് സ്റ്റാർ കാണുന്ന ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ അല്ല, അതിനകത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ സെയിം ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡെപ്ത് എച്ച് ബാർ കാണുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല, നമ്മൾ ഈ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഫിഗറിലൊക്കെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഡെറിവേഷൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാം ആവാറായി, അപ്പോൾ അതിനുള്ള പ്രോബ്ലം ഏരിയ കവർ ചെയ്തിരിക്കണം. അതുകൊണ്ടുകൂടിയാണ് ഡെറിവേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമല്ലാത്തതുകൊണ്ടല്ല ചെയ്യാത്തത്. ഡെറിവേഷൻ എക്സാമിന് ചോദിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത വെർട്ടിക്കലിൻ്റെ ഡെറിവേഷനും ചോദിക്കും, ഇൻക്ലൈൻറ്റിൻ്റെയും വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റർ എന്തായാലും ഒരു വീഡിയോ ക്ലാസ്സായി ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ചിലപ്പം നമ്മൾ അസൈൻമെൻറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ടൈം ലിമിറ്റേഷൻ കാരണമാണ് നമുക്ക് അസൈൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതുമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വന്തമായി ചെയ്യണം. അതിനോട് വേണ്ടിയാണ് നമ്മൾ ഈ അസൈൻമെൻറ്റൊക്കെ ഇടുന്നത്. അപ്പം അസൈൻമെൻറ്റിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക. അതിൻ്റെ ഒരു ലെറ്റർ ഓൺ എക്സ്പ്ലനേഷൻ നമുക്ക് എന്തായാലും ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അതും ഈ അസൈൻമെൻറ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതൊക്കെയാണ്, ടെക്സ്റ്റിനകത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ലേറ്റർ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിനകത്ത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതും സെയിം ഏകദേശം ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസൊന്നും വരില്ല, നിങ്ങൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. സെയിം വാല്യൂസൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനിലും വ്യത്യാസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഇൻക്ലൈൻഡ് സർഫേസ് എന്ന് പറയുന്ന ഒരു സർക്കിളാണ് ഇൻക്ലൈൻഡ് സർഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൺഫ്യൂഷൻസ് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കേസിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ യൂസ് ചെയ്ത അതേ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എച്ച് ബാർ കണ്ടുപിടിക്കാം. ഫൈനൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഒന്ന് വെർട്ടിക്കൽ സർഫേസിൻ്റെ പ്രോബ്ലം, രണ്ടാമത്തത് ഇൻക്ലൈൻഡ് സർഫേസിൻ്റെ പ്രോബ്ലം. രണ്ടിലും ഇക്വേഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇക്വേഷൻ ഓർത്ത് വെക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ആണ് പ്രൈമറി, അത് കഴിഞ്ഞിട്ട് ഡെറിവേഷനും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.